ടു ഇൻസ്പയർ ബിഫോർ വി എക്സ്പയർ. ആധുനിക ലോകത്തെ നൂതന കോഴ്സുകൾ പരിചയപ്പെടുത്തുന്നതിനും ഏറ്റവും മികച്ച തൊഴിലവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും സഹായകമായ ഒരു ചാനൽ പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജ് ആരംഭിച്ചിരിക്കുന്നു. കോളേജിന്റെ ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവ് ആസ്പയർ 360യിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകനും എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറും കോളംനിസ്റ്റും അതുല്യ സംഘാടകനും 14 പുസ്തകങ്ങളുടെ രചയിതാവും 2003 MG യൂണിവേഴ്സിറ്റി എക്സലൻസ് അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡ് ജേതാവും സൗമ്യ സാന്നിധ്യവും പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജിന്റെ പ്രിൻസിപ്പളുമായ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി ആസ്പയർ 360 പ്രോഗ്രാമിൽ 2025 മികച്ച കോഴ്സുകളെ പറ്റി ഇവിടെ സംസാരിക്കുന്നു. MG യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തു തുടർച്ചയായി നിരവധി റാങ്ക് നേട്ടങ്ങൾ നേടിവരുന്ന പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൻ്റെ ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവായ ആസ്പയർ 360യിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷാ കാലങ്ങളൊക്കെ കഴിഞ്ഞു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, 2025 ഏറ്റവും പവർഫുൾ കോഴ്സ് ഏതാണ്, ഇവയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ചെറിയ പരമ്പരയാണ് സെന്റ് ആന്റണീസ് കോളേജ് സപരിസരം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ജോലി ലഭിക്കുമോ എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ്. ആധുനിക ലോകം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസാൽ നിയന്ത്രിക്കാൻ പോകുമ്പോൾ ഏറ്റവും പവർഫുൾ കോഴ്സ് പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിക്ക് വേണ്ട, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഘടകം എന്ന് വിളിക്കുന്നത് നിരീക്ഷണ പാഠവമാണ് എന്ന് സംശയമില്ല. 3-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ഒരു ചക്രവർത്തി ജീവിച്ചിരുന്നു. ചക്രവർത്തി തൻ്റെ മകൻ യുവരാജാവിന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം എവിടെ ലഭിക്കും എന്നന്വേഷിച്ചു. ഈ അന്വേഷണം ചെന്ന് അവസാനിച്ചത് ഒരു കൊടും കാടിൻ്റെ നടുവിൽ മഹായോഗിയായ ഒരു സന്യാസി ശ്രേഷ്ഠൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പിറ്റേന്ന് തന്നെ ഈ സന്യാസിയെ അന്വേഷിച്ച് യാത്രയായി. രാജാവായിരുന്നതുകൊണ്ട് പോകുന്ന വഴിയിലെ തടസ്സങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഈ സന്യാസി ശ്രേഷ്ഠൻ്റെ അടുക്കലെത്തി. സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ സന്യാസി ചോദിച്ചു, എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? ഈ ചക്രവർത്തി പറഞ്ഞു, എൻ്റെ മകനെയും കൂടി അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കണം. ഗുരുശ്രേഷ്ഠൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, 1 വർഷം ഈ കാടിനെ ഒന്ന് നിരീക്ഷിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു ഉത്തരം പറയണം. ഈ യുവരാജാവ് ഓർത്തു, കാടിനെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമേ ഉള്ളല്ലോ. പിറ്റേന്ന് മുതൽ തന്നെ ഈ യുവരാജാവ് കാടിനെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. കാട്ടിൽ ഒഴുകുന്ന പുഴകളും തോടുകളും നദികളും വൃക്ഷങ്ങളും പൂക്കളും പക്ഷികളെയും ഒക്കെ കണ്ടു. അങ്ങനെ 1 വർഷം പോയതറിഞ്ഞില്ല. 1 വർഷം പൂർത്തിയായപ്പോൾ ഗുരുശ്രേഷ്ഠൻ്റെ അരികിലെത്തി, ഞാൻ പുഴകൾ കണ്ടു, വൃക്ഷങ്ങൾ കണ്ടു, പൂക്കൾ കണ്ടു എന്നൊക്കെ രേഖപ്പെടുത്തിയപ്പോൾ ഈ ഗുരുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. അപ്പം തന്നെ ഈ ഗുരുവിൻ്റെ ഉഗ്രശാസനമെത്തി. നിനക്ക് ഞാൻ 3 ദിവസം തരും. ഈ 3 ദിവസങ്ങൾക്കുള്ളിൽ നീ പ്രകൃതിയെ നിരീക്ഷിച്ചിട്ട് എനിക്ക് ഉത്തരം പറയുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ ഗുരുകുലത്തുനിന്ന് പുറത്താക്കും. ഗുരുകുലത്തുനിന്ന് പുറത്താക്കിയാൽ പിന്നീട് രാജപട്ടം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം തൻ്റെ ശരീരവും മനസ്സുമൊക്കെ ഏകാഗ്രമാക്കി സർവ്വതും ദൈവത്തിന് സമർപ്പിച്ച് പിറ്റേന്ന് മുതൽ ഈ പ്രകൃതിയിലെ അതിലോലങ്ങളായ കാഴ്ചകൾ കാണാൻ ശ്രമം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി, രാവിലെ മഞ്ഞുതുള്ളികൾ പൂക്കളിലേക്ക് വീഴുന്നതിൻ്റെ സ്വരവും ഈ മഞ്ഞുതുള്ളികളെ പൂക്കൾ ആഗീരണം ചെയ്യുന്നതിൻ്റെ സ്വരവും കാട്ടിലെ കുരുവികളുടെ കൂട്ടിൽ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും തകവിൽ മുട്ടകൾ പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സ്വരം പോലും അദ്ദേഹത്തിന് ശ്രവിക്കാൻ സാധ്യമായി. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ പ്രകൃതിയിലെ ലോലങ്ങളായ സ്വരങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചു. 3 ദിവസം പൂർത്തിയായപ്പോൾ ഗുരു സവിതയെ ഈ യുവരാജാവ് ഇതെല്ലാം ഉണർത്തിച്ചു. ഗുരുവിൻ്റെ മുഖമൊക്കെ
നല്ല സന്തോഷമായി മാറി. അദ്ദേഹം പറഞ്ഞു, നീ പ്രകൃതിയിലെ ഏറ്റവും ലോലങ്ങളായ സ്വരങ്ങൾ പോലും തിരിച്ചറിഞ്ഞാൽ ഞാൻ നിന്നെ ഇന്ന് എൻ്റെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. ഈ കഥ നൽകുന്ന സന്ദേശം സുവിക്തവും സുചിന്തിതവുമാണ്. ഒരു കുട്ടി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ നല്ല നിരീക്ഷണ പാഠവത്തോടുകൂടി നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി കൃത്യതയോടെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിടേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്ന് വിളിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നല്ല ആകർഷകമായ വ്യക്തിത്വം രൂപീകരിച്ചെടുക്കുന്നതിൽ എല്ലാ വിദ്യാർത്ഥികളും സർവാത്മന ശ്രദ്ധ ചെലുത്തിയെങ്കിലും മാത്രമേ നല്ല കോഴ്സ് പഠിച്ച് നല്ല ജോലിയിലേക്ക് നമുക്ക് പോകുന്നതിന് സാധ്യമാവുകയുള്ളൂ. ഈ അവസരത്തിൽ മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ട് രീതിയിലുള്ള മനോഭാവമാണുള്ളത്. ഒന്ന് പോസിറ്റീവായ മനോഭാവവും, രണ്ട് നെഗറ്റീവായ മനോഭാവവും. പോസിറ്റീവായ മനോഭാവം എന്ന് പറഞ്ഞാൽ സന്തോഷം, സ്നേഹം, സമാധാനം, ജീവിത വിജയം, ശുഭാപ്തി വിശ്വാസം ലക്ഷ്യമിടുന്ന മനോഭാവത്തെയാണ് പോസിറ്റീവ് മനോഭാവം എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് മനോഭാവം എന്ന് പറഞ്ഞാൽ അസൂയയും ചതിയും വഞ്ചനയും അപകർഷതാബോധവും പരാജയ ഭീതിയും രോഗവും നിരാശയും ഒക്കെ അലങ്കൃതമായിട്ടുള്ള മനോഭാവമാണെങ്കിൽ നെഗറ്റീവ് മനോഭാവമാണ്. പോസിറ്റീവ് മനോഭാവ പ്രത്യേകത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സാധ്യമാകും. എല്ലാ ഉത്തരങ്ങളിലും ചോദ്യം കണ്ടെത്തുന്നവരാണ് നെഗറ്റീവ് മനോഭാവക്കാർ. അപ്പോൾ നമുക്ക് ഏത് മനോഭാവമാണ് വേണ്ടത്? പോസിറ്റീവ് മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിലെ സമസ്ത മേഖലയിലും നമുക്ക് നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാവുള്ളൂ. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ നല്ല ഡെഡിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്, സമർപ്പണ മനോഭാവം നമുക്ക് ആവശ്യമുണ്ട്. ഒളിമ്പിക്സിൽ 9 മെഡലുകൾ നേടിയ കാൾ ലൂയിസിനോട് ഒരിക്കലും പത്രക്കാരി ചോദിച്ചു, എങ്ങനെയാണ് ഈ 9 മെഡലുകൾ നേടിയെടുക്കാൻ സാധ്യമായത്? കാൾ ലൂയിസ് ഒരു വലിയ മറുപടി പറഞ്ഞു, I practiced when I like it. Again, I practice when I dislike it. എനിക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്തു, ഇഷ്ടമില്ലാത്തപ്പോഴും പ്രാക്ടീസ് ചെയ്തു. ഈ സന്ദേശം വളരെ വ്യത്യസ്തമായ ഒരു ആശയം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നല്ല കോഴ്സുകൾ പഠിച്ച് നമുക്ക് മുന്നേറി പോകണം എന്നുണ്ടെങ്കിൽ, ജോലി നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മളും നിരന്തരം ശ്രമിക്കുന്നവരാണെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നത്. ഇത്തരണത്തിൽ ഒരു റിവേഴ്സ് തിങ്കിങ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. റിവേഴ്സ് തിങ്കിങ് എന്ന് വിളിക്കുന്നത് വന്ന വഴികളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കണം. ഹെൻറി ഫോർഡിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ലോക കാർ രാജാവായിരുന്ന ഹെൻറി ഫോർഡ് ആ കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ പോക്കറ്റിന് ചേർന്ന കാർ നിർമ്മിച്ചു. അദ്ദേഹം റിവേഴ്സ് ഗിയറുകൾ കാറുകൾക്ക് ഫിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഹരമാക്കി മാറ്റി. അങ്ങനെ റിവേഴ്സ് തിങ്കിങ്ങിന് ഉടമയായിരുന്നു ഹെൻറി ഫോർഡ്. അദ്ദേഹം നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തി അവസാനം അദ്ദേഹം പാപ്പരായി പോയിട്ട് പോലും പരീക്ഷണം നടത്താതെ സ്ഥിരമായി വിജയിച്ചു വന്ന വ്യക്തിത്വമായിരുന്നു ഹെൻറി ഫോർഡിൻ്റേത്. ഈ ചിന്ത ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ഐഡിയൽ സ്റ്റുഡൻ്റായി നമുക്ക് മുന്നേറാൻ സാധ്യമാകുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. നല്ലൊരു ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്. ജനിച്ച കാലം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് സ്ഥിരമായി അധ്വാനികളാകണമെന്നോ. അതുകൊണ്ട് ഞാനതിനെ ഒന്ന് മാറ്റി പറയുകയാണ്, നമ്മൾ നല്ല സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരാകണം. സ്മാർട്ട് വർക്ക് എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അക്ഷരങ്ങളെ പറ്റി നമുക്കറിയാം. എസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കണം. എം എന്ന് വിളിക്കുന്നത് മെഷറബിൾ ആയിരിക്കണം. എ എന്ന് വിളിക്കുന്നത് അച്ചീവബിൾ ആണ്. ആർ എന്ന് വിളിക്കുന്നത് റിയലിസ്റ്റിക് ആണെങ്കിൽ ടി എന്ന് വിളിക്കുന്നത് ടൈം ബൗണ്ട് ആണ്. സ്പെസിഫിക് എന്ന് വിളിക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യമുണ്ടാകണം. നമുക്കറിയാം, പാല എന്ന ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത ഗ്രാമമായിരുന്ന ഉഴൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഇന്ത്യൻ ജനാധിപത്യ ശൃംഖങ്ങളിലേക്ക് നടന്നു കയറി KR നാരായണൻ നമ്മൾ ഓർക്കുന്നില്ലേ? എത്ര കൃത്യമായ ലക്ഷ്യമുറപ്പിച്ചു. എത്രയോ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വന്നത്. എന്നിട്ടും ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് മുന്നേറിയപ്പോൾ ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നതിൽ യാതൊരു സംശയമില്ല. ഈ അവസരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യമാണ് ചിക്കൻ റൺ എന്ന് വിളിക്കുന്ന സിനിമയാണ്. ഈ ചിക്കൻ റൺ എന്ന് വിളിക്കുന്ന സിനിമയിൽ ഒരു വലിയൊരു കോഴി ഫാമിനെ പറ്റിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ ഒരു കോഴിപ്പൂവൻ പറയുന്നുണ്ട്, നമുക്ക് ഈ മതിലുകൾക്ക് അപ്പുറത്തേക്ക് ലോകമുണ്ട്, നമുക്ക് പറന്നു പോകണം എന്ന് പറയുമ്പോൾ ബാക്കി കോഴികളെല്ലാം കൂടെ പറയുന്നുണ്ട്,
ഞങ്ങൾ പറക്കാൻ തയ്യാറല്ല. അവസാനം ഗതി കേട്ടിട്ട് ഈ ലീഡറായ ഈ കോഴിപ്പോൻ പറയുന്നുണ്ട്, ഫെൻസ് ഈസ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലാണ് പ്രതിസന്ധികളുള്ളത്, ബന്ധങ്ങളുള്ളത്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുള്ളത്. ഈ മനസ്സിലെ പ്രതിസന്ധികളെയും നെഗറ്റീവ് മനോഭാവത്തെയും നമുക്ക് മാറ്റാൻ സാധ്യമായാൽ വിശാലമായ ഒരു ലോകമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുമ്പോൾ നമുക്കും വീരഗാഥകൾ രചിക്കാൻ സാധ്യമാകുമെന്ന് സംശയമില്ല. ഈ 2025 ഏറ്റവും പവർഫുൾ കോഴ്സുകളിലേക്ക് നമ്മൾ വളരെ സാവധാനം കടക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ 2025 വീരഗാഥ രചിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് പരമ്പരാഗതമായ എൻജിനീയറിങ്ങോ പരമ്പരാഗതമായ മെഡിസിനോ ഞാൻ പൂർണ്ണമായും ഈ എപ്പിസോഡിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ബയോടെക്നോളജി ഈ കാലഘട്ടത്തിൽ നമുക്ക് പഠിക്കാൻ സാധ്യമായാൽ മികച്ച ജോലി സാധ്യതകൾ നമുക്ക് ഉറപ്പുവരുത്താൻ സാധ്യമാകും. ലോകമെങ്ങും ജോലി സാധ്യതയുള്ളൊരു കോഴ്സാണ് ബയോടെക്നോളജി എങ്കിൽ രണ്ടാമത്തെ ഒരു കോഴ്സാണ് പെട്രോളിയം എൻജിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. പെട്രോളിയം എൻജിനീയറിങ്ങും അനന്ത സാധ്യതകൾ നമുക്ക് പ്രദാനം ചെയ്തു വരുന്ന ഒരു കോഴ്സാണെന്നുള്ള യാതൊരു സംശയമില്ല. ആർക്കിടെക്ചർ നല്ല ക്രിയാത്മകമായ ചിന്തയുള്ളവർക്ക്, ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു കോഴ്സാണ് ആർക്കിടെക്ചർ. പഠിക്കാൻ സാധ്യമായാൽ സ്വന്തമായി നമുക്ക് ബിസിനസ് സാമ്രാജ്യം പോലും കെട്ടി ഉയർത്തിയെടുക്കാൻ സാധ്യമാകും എന്നൊരു യാതൊരു സംശയമില്ല. ബിടെക് ഇൻ ഡയറി സയൻസ് ആൻഡ് ഫുഡ് സയൻസ് എന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കോഴ്സാകുമ്പോൾ ഇത് ഏറെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നൊരു കോഴ്സാണ് BSc നേഴ്സിംഗ്. BSc നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതയുണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് വരുന്നൊരു കോഴ്സാണെങ്കിലും ഈ അടുത്ത കാലത്തുണ്ടായ വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയമായ ചേഞ്ചുകൾ നഴ്സിംഗിൻ്റെ സാധ്യതകൾ അല്പം മങ്ങലേൽപ്പിച്ചോ എന്ന സംശയമുണ്ട്. എങ്കിലും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല ക്രിയാത്മകമായിട്ടുള്ള, ചാരിറ്റബിൾ സ്പിരിറ്റുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു കോഴ്സായിട്ട് BSc നേഴ്സിംഗ് ഇന്നും ആക്ട് ചെയ്യുമ്പോൾ BPharm എന്ന് വിളിക്കുന്നതും ഫാംഡിയും നല്ല ഒരു കോഴ്സാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് പഠിക്കാവുന്ന ഏറ്റവും നല്ല കോഴ്സാണ് ന്യൂക്ലിയർ മെഡിസിൻ എങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങും ഇതുപോലെ നല്ല സാധ്യതയുള്ള ഒരു കോഴ്സായിട്ട് മാറിയിരിക്കുന്നു. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നല്ലൊരു കോഴ്സാണ്. കാരണം ഇന്ന് നമ്മൾ എൻവയോൺമെൻറ്റിനെ പറ്റി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങും വളരെ കൃത്യമായി പഠിക്കാൻ സാധിച്ചാൽ നല്ല ഉയർന്ന തൊഴിൽ നേടിയെടുക്കാൻ സാധ്യമാകും എന്ന് സംശയമില്ല. ഓഷ്യനോഗ്രഫിയും ജിയോളജിയും രണ്ടാണ്. ഓഷ്യനോഗ്രഫിയും ജിയോളജിയും പഠിക്കാൻ സാധ്യമായാൽ 2025, 28, 29, 30 വരുമ്പോഴത്തേനും നല്ല സാധ്യതകൾ നമുക്ക് പ്രദാനം ചെയ്യുമെങ്കിൽ മറൈൻ ടെക്നോളജി എന്ന് വിളിക്കുന്നത് വളരെ വ്യത്യസ്തമായ, വളരെ മനോഹരമായ ഒരു കോഴ്സായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. മെക്കാട്രോണിക്സ് പഠിക്കാൻ അല്പം മടിയുള്ള വ്യക്തികൾക്ക് പറ്റിയൊരു കോഴ്സാണ്. ഇച്ചിരി കായികമായ അധ്വാനമുണ്ട്. നമുക്കിവിടെ കണ്ണൂർ അതിനെ പഠിപ്പിക്കുന്ന സ്ഥലം നമുക്കുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥലമാണ്. മെക്കാട്രോണിക്സ് നമുക്ക് പഠിക്കാൻ സാധ്യമായാൽ നല്ല നേട്ടം കൈവരിക്കാൻ സാധ്യമാവുമെങ്കിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് എന്ന് വിളിക്കുന്നത് ആരെയും മോഹിപ്പിക്കുന്ന ഒരു തൊഴിൽ സാധ്യതയുള്ള ഗ്ലാമർ ജോലിയാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിലെ എല്ലാ മെട്രോ സിറ്റികളിലുമുണ്ട്. കൊമേഴ്ഷ്യൽ പൈലറ്റ് പഠിക്കാൻ സാധ്യമായാൽ നല്ലൊരു ജോലി, നമുക്ക് ഗ്ലാമറായിട്ട് ജോലി നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. പെൺകുട്ടികളുടെ പ്രത്യേകിച്ചുള്ള ഭയങ്കരമായൊരു ആഗ്രഹമാണ് ഒരു എയർ ഹോസ്റ്റസ് ആകുക എന്നുള്ളത്. എയർ ഹോസ്റ്റസ് എന്ന് വിളിക്കുന്നത് വളരെ ഗ്ലാമറായിട്ടുള്ളൊരു ജോലിയാണ് എന്ന് യാതൊരു സംശയമില്ല. തിളക്കമായ ജോലിയാണ്. BBAക്കൊപ്പം, പ്രത്യേകിച്ച് BBA ഏവിയേഷനൊപ്പം ഈ എയർ ഹോസ്റ്റസൂടെ പഠിക്കാൻ സാധ്യമായാൽ നമുക്ക് 100% ഉറപ്പുള്ള ഒരു ജോലി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ 40 എയർപോർട്ടുകൾ കൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാധ്യതകൾ ഭയങ്കര കൂടുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തൊട്ടടുത്ത് പോലും ഇപ്പോൾ എയർപോർട്ട് വരാൻ പോകുന്നു. അപ്പോൾ എയർപോർട്ടുകളിലെ ജോലി സാധ്യതകൾ പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാൻ എയർ ഹോസ്റ്റസ് പ്രധാനമായി ലക്ഷ്യമിട്ടാലും അവിടെ ക്യാബിൻ ക്രൂവോ, ഗ്രൗണ്ട് സ്റ്റാഫുകൾ, അങ്ങനെ ധാരാളം ജോലി സാധ്യതകളും ഈ BBA ഏവിയേഷനൊപ്പം ഇതോടെ പഠിച്ചാൽ നമുക്ക് സാധ്യമാകും. സൈക്കോളജി, BSc സൈക്കോളജി എൻ്റെ അഭിപ്രായത്തിൽ ഈ നാട്ടിൻപുറങ്ങളിലുള്ളവർ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സാധ്യതയാണ്. സമസ്ത മേഖലയിലും ടെൻഷനും പ്രഷറുമാണിപ്പോൾ.
ഈ ടെൻഷനും പ്രഷറും ഉള്ള സമയങ്ങളിൽ സൈക്കോളജി എന്നതിൻ്റെ വേരിയഡ് ആയിട്ടുള്ള ധാരാളം സൈക്കോളജി ഉണ്ട്. കമ്പാരിറ്റീവ് സൈക്കോളജി, കോർപ്പറേറ്റ് സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, ഇങ്ങനെ പല ഭാഗങ്ങളുണ്ട്. ഫോറൻസിക് സൈക്കോളജി. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒരെണ്ണം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പോയാൽ സ്കൂളുകളിൽ ടീച്ചിങ് പോസ്റ്റ് ഇപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടത് മാത്രമല്ല, ഈ മേഖലയിൽ അനന്ത സാധ്യതകൾ സൈക്കോളജിക്ക് ഒട്ടും നമുക്ക് തള്ളിക്കളയാൻ സാധ്യമാകില്ല. അത്രക്കേറെ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ BSc സൈക്കോളജിയോടൊപ്പം BSc സൈക്കോളജി പഠിച്ചാൽ അതിനോടൊപ്പം ആഡ് ചെയ്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉണ്ടാവും. MSc കൂടെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ PhD കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ജോലി സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് സംശയമില്ല. IISER ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമ്മൾ പരമ്പരാഗതമായും BSc ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നതിന് പകരം ഐഷറുകളിൽ നമുക്ക് പോയി കോഴ്സുകൾ ചെയ്യാൻ പറ്റിയാൽ വളരെ മനോഹരമായ വളരെ ആകർഷകമായ ജോലിയിലേക്ക് നമുക്ക് പോകാൻ സാധ്യമാകും സംശയമില്ല. ഏവിയേഷൻ പ്രോഗ്രാം എന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ കോഴ്സാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏവിയേഷൻ പ്രോഗ്രാം നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. കാരണം ഏവിയേഷൻ പ്രോഗ്രാം സാധ്യതകൾ മുഴുവൻ മനുഷ്യരിന്ന് മുഴുവൻ യാത്ര ചെയ്യുന്നത് ബസ്സിനെ തള്ളി ട്രെയിനിലേക്ക് പോയെങ്കിൽ ട്രെയിനെ തള്ളി ഇപ്പോൾ ആളുകൾ പ്ലെയിനിനെ ആശ്രയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഏവിയേഷൻ പ്രോഗ്രാമിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ അനന്തമായ ജോലി സാധ്യതകളാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി 2025 ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കോഴ്സുകൾ ഈ കാലഘട്ടത്തിൻ്റെ കോഴ്സാണ്. ഒന്ന് എന്ന് വിളിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇന്ന് സമസ്ത മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൊടികുത്തി വാഴുകയാണ്. അതിനകത്ത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് പോലും വരാൻ പോകുന്നു. 2030 ഇവിടെ ഭയങ്കരമായ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ ഇന്ന് കാണുന്ന ഈ മെഡിക്കൽ രംഗം പോലും അടിമുടി മാറും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ബൂത്തുകൾ രംഗപ്രവേശം ചെയ്യുമെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഒരു ഡ്രോപ്പ് അല്ല 2 ഡ്രോപ്പ് ബ്ലഡ് ഈ മെഡിക്കൽ ബൂത്തിൽ കൊണ്ട് ചെന്ന് ഇട്ടിട്ട് പോയാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും ആ രോഗത്തിൻ്റെ 100% പ്രിസൈസായിട്ടുള്ള ചികിത്സാ വിധികളും ഈ ബൂത്ത് പറഞ്ഞു തരും നമുക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള രോഗത്തിൻ്റെ ഡയഗ്നൈസിങ്, ആക്യുറേറ്റ് ആയിട്ടുള്ള മരുന്നുകൾ ഇവ പോലും നമ്മുടെ മേഖലയിലേക്ക് ലഭ്യമാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഞാൻ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഭാഗം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനി നമ്മുടെ കൃഷി രീതിയിലേക്ക് നമുക്ക് വരാൻ പോകുന്നു. നമ്മുടെ എല്ലാ മേഖലയിലേക്കും AI ടെക്നോളജി വരാൻ പോകുന്നു. നമ്മളിപ്പോൾ തന്നെ യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നത് വിവിധ രാജ്യങ്ങൾ AI ടെക്നോളജി ഉപയോഗിച്ചാണ്. അപ്പോൾ AI ടെക്നോളജി സാധ്യത ഇവിടം വരെ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല. അത്രയ്ക്കും അനന്ത സാധ്യതകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. BCA വിത്ത് AI പഠിക്കാൻ സാധിച്ചാൽ നല്ലൊരു കോഴ്സാണ്. ഭയങ്കര ബുദ്ധിമാന്മാരാകണം നിർബന്ധമില്ല. അതേസമയം BTech ഇൻ AI ഉണ്ട്, അതും പഠിക്കാൻ സാധ്യമായ നല്ലതാണ്. BCA AI പഠിച്ച് MCA കൂടി നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ BCA പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മിനിമം ഒരു 2 ലക്ഷം രൂപയെങ്കിലും ശമ്പളം ലഭിക്കാവുന്ന ജോലി നമുക്ക് ലഭിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. സയൻസുകാർക്കും ഇപ്പം MG യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ സയൻസുകാർക്കും കൊമേഴ്സിനകത്ത് അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ള ആളുകൾക്കും ഇപ്പം BCA പഠിക്കാവുന്ന പുതിയ സാധ്യത തുറന്നു വെച്ചിട്ടുണ്ട്. ഈ പുതിയ സാധ്യത നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ BCA നല്ലൊരു ബെസ്റ്റ് ബെറ്റ് ആയിരിക്കും എന്ന് എനിക്ക് BCA വിത്ത് AI നല്ല ബെസ്റ്റ് ബെറ്റ് ആയിരിക്കും എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. കാരണം നമുക്കറിയാം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ആരെങ്കിലും പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാം ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ കോഴ്സ് നല്ല സാധ്യതകളോടെ മുന്നോട്ട് പോകും എന്ന് സംശയമില്ല. അടുത്തൊരു കോഴ്സാണ് നാനോ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. നാനോ ടെക്നോളജി 5 കോഴ്സുകളാണ് ഒന്നിച്ചത് പറഞ്ഞു പോകുന്നതിൽ രണ്ടാമത്തെ കോഴ്സാണ് നാനോ ടെക്നോളജി. സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ടെക്നോളജിയുടെ ഭാഗമാണ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജിയുടെ പ്രകൃതിയിലുള്ള ഒരു മോഡൽ 100% ആക്യുറേറ്റ് ഒന്നുമല്ല. പ്രകൃതിയിലൊരു മോഡലിൽ ചേമ്പലയിലൊക്കെ വെള്ളം വീഴുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നത്. ആ ചേമ്പലയുടെ പുറത്തുള്ളത് നാനോ ടെക്നോളജിയുടെ വ്യത്യസ്തമായ ഒരു ഭാവമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വലിയ അഡ്വാൻസ് സ്റ്റേജുകളൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാലഘട്ടം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം ചേർന്ന് പോകുന്ന കോഴ്സാണ് നാനോ ടെക്നോളജിയുമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഡേറ്റ സയൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് വിളിക്കുന്നത്.
ഇത് ഡേറ്റകളുടെ കാലമാണ്. എല്ലാത്തിനും ഡേറ്റകളാണ്. നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്, ഡേറ്റ ചോർന്നു, നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡേറ്റ വിവരങ്ങൾ ചോർന്നു, റേഷൻ കാർഡിൻ്റെ ചോർന്നോ സംശയം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡേറ്റ സയൻസും അതിൻ്റെ അനാലിസിസും വളരെ തന്ത്രപ്രധാനപ്പെട്ടമായൊരു മേഖലയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് BSc ഡേറ്റ അനലിറ്റിക്സ് പഠിക്കാം. ഈ കാലഘട്ടത്തിൽ BComനൊപ്പം പോലും ഡേറ്റ സയൻസ് ആഡ് ചെയ്തിരിക്കുന്നു. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ BBAക്കൊപ്പം പോലും ഡേറ്റ സയൻസ് ഇപ്പോൾ ആഡ് ചെയ്യുന്നു. അത് അത്രയേറെ ലോകത്താകമാനമുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ജോലി സാധ്യത ഡേറ്റ സയൻസിനെ തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത കൽപ്പിക്കപ്പെടുന്നത്. അടുത്ത ഒരു കോഴ്സാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് വിളിക്കുന്നത്. ഇൻഷുറൻസ് സെക്ടർ എന്ന് വിളിക്കുന്നത് ബിലോ 10% ആണ് ഇന്ത്യയിൽ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ വന്നിരിക്കുന്ന നഷ്ടങ്ങൾ മനസ്സിലാക്കി അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ആക്ച്വറിയൽ സയൻസ് നമ്മൾ പഠിക്കുന്നത് ഭയങ്കരമായ സാധ്യതയാണ്. അവൾ CA കോഴ്സൊക്കെ പഠിക്കുന്നത് പോലെ അല്പം ബുദ്ധിമുട്ടുള്ള കോഴ്സാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ സാലറിയെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള കോഴ്സാണ് എന്നുള്ള യാതൊരു സംശയമില്ല. ഒരു ശരാശരി ബുദ്ധിയുള്ള ആൾക്ക് ഇന്ന് ഭയങ്കരമായ കോടികൾ പ്രതിഫലം പറ്റുന്ന ഒരു സാധ്യത പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് പൂർത്തീകരിക്കുകയാണ്. അത് ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആണ്. ക്രിയാത്മകമായ ചിന്തയുള്ളവർക്ക്, ക്രിയാത്മകം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം മനസ്സിലാക്കി ബുദ്ധിശക്തിയും കഴിവും വിവേകവും ഉപയോഗിച്ച് പാരമ്പര്യങ്ങളിൽ നിന്ന് വിട്ട് നൂതനമായ വഴികളിലൂടെ ചിന്തിച്ച് കയറാനുള്ള മനുഷ്യ വ്യക്തിയുടെ കഴിവിൻ്റെ ആകത്തുക. ഈ കഴിവുള്ളവർക്ക് ഒരു വാഹന ഡിസൈനിങ് മേഖലയിലേക്ക് പോയാൽ, വ്യത്യസ്തമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കിയാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജിന് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇതുപോലെ നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ തനിമ നഷ്ടപ്പെടുത്താതെ പുതിയ കോഴ്സുകൾ പഠിച്ച് നമുക്ക് വിദേശത്താണ് നമ്മുടെ ജോലി സാധ്യതകൾ മുഴുവനെന്നോ വിദേശത്താണ് പഠിക്കേണ്ടതെന്നോ ഉള്ള ചിന്തയല്ല നമുക്ക് ആവശ്യം. നമ്മുടെ നാടാണ് ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട ഘടകം. ഈ നാട്ടിലെ മികച്ച കോഴ്സുകൾ പഠിച്ച് ഈ നാട്ടിൽ തന്നെ ജോലി നേടി, അല്ലെങ്കിൽ കോഴ്സുകൾ പഠിച്ചതിന് ശേഷം വിദേശത്ത് പോയി നല്ല ജോലി നേടാനുള്ള ഇതുപോലെ കോഴ്സുകളുമായി വീണ്ടും പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജ് അടുത്ത എപ്പിസോഡിലും വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എൻ്റെ വന്ദനം. താങ്ക് യു. Welcome to St. Anthony's College, Peruvandhanam, where education meets excellence and dreams turn into reality. Since 2013, we have been a pillar of academic brilliance, recognized under Section 2F of the UGC Act and accredited by NAC. Our commitment is your future. At St. Anthony's, we offer world-class education. Under the visionary leadership of Mr. Benny Thomas, Chairman of St. Anthony's College and founder and CEO of Spago Group of Companies. Guiding our academic excellence is Dr. Anthony Joseph Kallampalli, Principal of St. Anthony's College, a distinguished academician with over 35 years in education. We offer a diverse range of courses tailored to meet industry demands. Step into the world of hospitality with our hotel management program. Gain hands-on experience in culinary arts, hotel operations, front office management, and customer service. We are the only institute offering a 3-month salaried internship with Spago International, which opens up doors to global career opportunities. Unlock a world of possibilities with our BBA in Aviation, preparing you for exciting careers in airline operations, airport management, and logistics. Commerce drives the economy, and at St. Anthony's, we equip you with the skills to succeed in accounting, finance, taxation, and business management. Choose from a variety of specialized courses. BCom with Finance and Taxation, BCom with Accounting, BCom with Airport Management and Air Cargo Management, BCom with Hospital Administration, BCom with Logistics Management, BCom Professional with CMA and ACCA, MCom in Finance and Taxation. The future is digital. Our BCA with AI and Robotics program
empowers you with expertise in software development, data analytics, cybersecurity, and artificial intelligence. Fashion isn't just about trends. It's about creativity and innovation. Our fashion designing program provides hands-on training in textile science, garment construction, and trend forecasting, preparing you for a dynamic career in the fashion industry. Cybersecurity is more crucial than ever. Our cyber forensics and ethical hacking program trains students in digital forensics, network security, and cyber law to combat cyber threats. Unravel the mysteries of human mind. Our Psychology with Forensic Psychology program explores clinical psychology, organizational behavior, and mental health research. Our MSW program prepares students to uplift communities, drive social change, and promote social justice. Be the change you wish to see. Our campus is designed for success with a spacious 5-story building, state-of-the-art classrooms, a well-equipped computer lab, a resource-rich library, spacious conference and seminar halls, an auditorium for cultural and academic events, comfortable faculty rooms, and administrative offices. At St. Anthony's College, Peruvanthanam, we don't just offer degrees. We shape careers, build leaders, and create success stories. Are you ready to take the next step toward a rewarding future? If you are ambitious, passionate, and ready to embrace a future of opportunities, this is your moment. Don't wait. Secure your place today. Visit our campus, explore our programs, and be part of an institution that prepares you for success. Your journey to success begins here. Join St. Anthony's College, Peruvanthanam, and step into a world of limitless opportunities. Admissions open. Apply today.